ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറി ആണ്. അത് എത്ര ഭംഗിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി. ആദ്യമായി ഒരു പക്കട എടുക്കുക. എടുത്തതിന് ശേഷം ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. അതിനുശേഷം എണ്ണ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇതിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കാവുന്നതാണ്. കേട്ടില്ലേലും കുഴപ്പമില്ല. അതിനുശേഷം എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വിരൽ ഇട്ട് നോക്കുക. അയ്യോ എന്ന് വന്നാൽ കടുക് ആവശ്യത്തിനിടുക. അതിനുശേഷം അത് പിടപെടാന്ന് പൊട്ടുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇടുക. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അതത് കാണിക്കും. ഇട്ടിട്ട് ഇങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയും ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി വരളുവാൻ നോക്കിയിരിക്കുക. നല്ലപോലെ വഴറ്റി എന്ന് ബോധ്യമാകുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം എടുത്തുകൊണ്ട് ഓടി വരിക. അതിനുശേഷം അടപ്പ് നന്നായി തുറക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി അത്യാവശ്യത്തിന്, മുളക് പൊടി വേണമെങ്കിൽ ഇത്രയും മുളക് പൊടി ഇടാതെ ഇട്ടു. ഇട്ടതിന് ശേഷം അതാ അടപ്പിട്ട് അടച്ചു വെക്കണം. ഇളക്കരുത്. നന്നായി ഇളക്കുക. നല്ലപോലെ ഇളക്കാതെ തിന്നിടണം. നന്നായി എന്ന് തോന്നുമ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇടുക. കാണിക്കണ്ടേ? മുട്ട മുട്ട എടുക്കാൻ പോവാ. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിക്കുക. അതിനുശേഷം തൊലി നന്നായി പൊളിച്ചെടുത്തതിന് ശേഷം അങ്ങനെ 4 മുട്ട ഇതിലേക്ക് ഇടുക. ഇതൊന്നും കാണിക്കണ്ടേ? നമ്മൾ വളരണം. നന്നായി ഇടുക. ഒരു മുട്ട സാമ്പിളിന് വേണ്ടി ഇട്ട് കാണിക്കുക. ഇട്ടു. മുട്ട ആടുന്ന കാണിക്കുന്നു ഞാൻ. നന്നായി വരണ്ട. ഉപ്പിട്ടോ? ഇല്ല, ഉപ്പിട്ടില്ല. സോറി, ഉപ്പിട്ടില്ല. ആവശ്യത്തിന് അത്യാവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം നന്നായി വരണ്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളുടെ മുട്ടക്കറി റെഡി. പ്ലാൻ ചെയ്യണം. ഇങ്ങനെ എല്ലാം വിട്ടു അല്ലെങ്കിൽ പതുക്കെ എടുക്കാം. फोन चाहिए उसको. ओके, अब हो गया अपना रेसिपी. चलो बाय, गुड नाइट, स्वीट ड्रीम्स. एंजॉय द रेसिपी.